ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും എങ്ങനെയാണ്? സുഖമാണല്ലോ. യെസ്, ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ, വേറെ എവിടെയല്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. സോ ഇന്ന് നമ്മളൊരു ഫുഡ് റിവ്യൂ അല്ല ചെയ്യാൻ പോകുന്നത്, മറിച്ച് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൂവി റിവ്യൂ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത മൂവി റിവ്യൂവിന് നിങ്ങൾ തന്ന വിലയേറിയ അഭിപ്രായങ്ങൾക്കും വിലയേറിയ വ്യൂസിനും വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഈ സന്ദർഭം അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്, റിയലി അപ്രിഷ്യേറ്റഡ്. സോ ഇന്ന് നമ്മളൊരു തമിഴ് ചിത്രത്തിനെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഡയറക്ടർ കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത നടൻ സൂര്യ, പൂജ ഹെഗ്ഡെ നടി, പിന്നെ ജയറാം, ജോജു ജോർജ്, നമ്മുടെ മലയാള നടന്മാർ അഭിനയിച്ചിട്ടുള്ള ഒരു പടത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ന്യൂൺ ഷോ ബുക്ക് ചെയ്ത് പടം കണ്ടു. പടം എന്ന് പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുമ്പോഴേ എന്നെ അടിയാണ്, ഫുൾ അടിയാണ്. എവിടെ പോകണം ചോദിച്ചാൽ അപ്പോഴടിയാണ്. അങ്ങനത്തെ ഒരു പടമാണ്. ഫുൾ പുകയാണ്. ഇതിൽ ഒരു ഓൺലൈൻ സ്റ്റോറി ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ, ഞാൻ സ്പോയിലറാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്കാരൻ ഒരു ഗാങ്സ്റ്ററിന് ഒരു ലവ് അഫെയറിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പുള്ളിക്കാരൻ വരുന്ന ആ ഗാങ്സ്റ്ററിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് പടത്തിൻ്റെ ഷോർട്ട് ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും ദയവ് ഇത് തിയേറ്ററിൽ പോയി കാണുക. ആകെ മൊത്തത്തിൽ ഒരു ജഗപുകയാണ്. എന്നെ അപേക്ഷിച്ച് സൂര്യയുടെ ഒരു ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ സൂര്യയുടെ പടം ഞാൻ തിയേറ്ററിൽ ആഫ്റ്റർ എ ലോങ് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ പടം കാണുന്നത്. സോ ഇതൊരു ആകെ മൊത്തത്തിലൊരു ഗ്രേറ്റ് ആക്ഷൻ മൂവിയാണ്. എനിക്ക് പറയാൻ സാധിക്കും, ഒരു വല്ലാത്തൊരു ആക്ഷൻ മൂവിയാണ്. സോ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടാം. ഞാൻ ഇച്ചിരി സെൻറ്റിമെൻ്റലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഇച്ചിരി ഇമോഷണലായിട്ടൊക്കെ ഇരുന്നാൽ ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്ട്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സോ അതല്ല, ഇപ്പോഴും ഞാൻ കണ്ട പടത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഒരു മാസ് സോങ്, ഒരു കല്യാണ സോങ് വെച്ചിട്ടുണ്ട്. പൊള്ളി വൈബാണ്, പൊള്ളി മൂഡാണ്, വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ അதைയും പോയി കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ പടം ദയവ് ചെയ്ത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്നെ അപേക്ഷിച്ച് ഒരു ആവറേജ് മൂവി എന്ന് ഞാൻ പറയും. അത് വേറെ സംശയമൊന്നുമില്ല. കാര്യം സൂര്യയുടെ ഒരു റെട്രോ സ്റ്റൈൽ, വേ ഓഫ് സ്റ്റൈല്, മറ്റേ ബൈക്കിൽ വരുന്നത്, പഴയ വിൻറ്റേജ് ബൈക്കിലൊക്കെ വരുന്നതൊക്കെ ഒരു വല്ലാത്തൊരു ഗൂപ്സ് ഫോംസ് ആണ്. സോ ഇറ്റ് ഈസ് എ ഗുഡ് വൺ. മൊത്തത്തിൽ ശ്രീ എസ് കൃഷ്ണ സിനിമോഗ്രാഫി ചെയ്തിരിക്കുന്നു. സോ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ, ഒരു വൈഡ് ആംഗിളിലുള്ള തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ബൈ ബൈ, ടേക്ക് കെയർ.